ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് സാറ്റിൻ ഫാബ്രിക്കിലും ഏത് ഫാബ്രിക്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇതിന് ഞാനിവിടെ സാറ്റിൻ ഫാബ്രിക്കാണ് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ 14 ഇഞ്ചാണ് കേട്ടോ, ഇഞ്ച് വരുന്നത് 14 ഇഞ്ചാണ്. അതുപോലെ തന്നെ വീതി ഞാനിവിടെ 3.5 ഇഞ്ച് വിടത്തിലാണ് എടുക്കുന്നത്. ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. നമ്മളെ ബ്രൊക്കേഡ് മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലും കൂടെ ഈ ഒരു ഫ്ലവർ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമൽ ചെയ്യുന്നതിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് വരുന്നത്, പക്ഷെ നല്ല ഈസി ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെങ്ത്ത് വരുന്നത് 40 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വിഡ്ത്ത് 50 ഇഞ്ചുമാണ് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ലെങ്ത്തും വിഡ്ത്തൊക്കെ മാറ്റുന്നതനുസരിച്ച് ഇതിൻ്റെ സൈസിൽ ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും. നമ്മൾ ഈ ഒരു രീതിയിലാണ് ഫ്ലവർ മേക്ക് ചെയ്യുമ്പം സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്താ ഈ ഒരു രീതിയിൽ നൂല് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മഴയായതുകൊണ്ടൊക്കെ തന്നെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ മെഷീൻ ഓഫ് ആകുന്നില്ല എന്നേ ഉള്ളൂ. വോൾട്ടേജിന് ചെറിയ വേരിയേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ മെഷീൻ്റെ അത് അത്ര എഫക്റ്റീവായി ചെയ്യില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആകുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. ആ ഒരു അൺഈവനായിട്ട് ഫാബ്രിക് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓൾറെഡി അറിയുന്ന ആൾക്കാരുണ്ടാവും, എന്നാലും എനിക്ക് ഈ ഒരു ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് നമ്മൾ നോർമൽ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഈസി ആയിട്ട് വേഗം ചെയ്യാനും പറ്റും, നല്ല ഫിനിഷിങ് ഉണ്ടാവും ചെയ്യും. ഇത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേഗം നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ടാവും. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച് ചെയ്തിട്ടോ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ചെയ്താണ് കേട്ടോ. നിങ്ങൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പ്, കറക്റ്റ് ഷേപ്പിൽ തന്നെ വരും. ഇപ്പോൾ ഇതൊരു സാമ്പിൾ എന്നില്ല, എനിക്ക് ശരിക്കും സിൽവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാറ്റിനിൽ ചെയ്താൽ കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ട്. സിൽവർ ചെയ്യുന്ന ഒറ്റപ്പാവാടൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആ ബ്രൊക്കേഡ് മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ ഒരു മെറ്റീരിയലാണ്. പക്ഷേ അതത്ര ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നി. ഈ ഒരു രീതിയിൽ പിന്നെ എനിക്ക് കുറച്ച് വലിയ സൈസിൽ ഫ്ലവർ വേണമെന്നുള്ളതിൽ ഞാൻ കുറച്ച് വിടുത്ത് അധികം എടുത്തു. പക്ഷേ ഇതെന്താ വെച്ചാൽ ഫാബ്രിക് വിടുത്ത് അധികം എടുത്തപ്പോൾ നമുക്ക് ആ ഒരു അൺഈവനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്തായാലും ഫ്ലോപ്പ് ആയിരിക്കില്ല. എന്നാലും ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഷേപ്പൊക്കെ ആക്കി ചെയ്യുന്നതായിരുന്നു. അപ്പം ഇതെന്തായാലും നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്തൊക്കെയാ അതിന് വീതി ഒന്നുകൂടെ കുറച്ചു. കറണ്ട് ഇടയ്ക്ക് പോയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വീതി കുറച്ചിട്ട് ചെയ്തപ്പോൾ കുറച്ച് ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഫ്ലവർ ഈസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാം. നമ്മൾ ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം തന്നെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ തന്നെ ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഈ രീതിയിൽ ചെയ്യാൻ അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്തായാലും ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.